സ്വർഗീയ ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം, ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ. കവിഞ്ഞോടുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശു താൻ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്. യേശു ലോകത്ത് വന്നപ്പോൾ പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ഏൽക്കുവാനല്ല, അനേകർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും തൻ്റെ ജീവനെ വെച്ചു കൊടുപ്പാനും അത്രേ. ഐ ഹാവ് കം ടു ഗീവ്. കർത്താവ് നമുക്ക് തന്നെ തന്നു. യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ സർവ്വലോകത്തിനു വേണ്ടി തന്നു. ഇറ്റ്സ് എ ഗിവിങ്. ദൈവം തരുന്നു. യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നു. സോ നമ്മുടെ ജീവനും കൊടുക്കുന്ന അനേകർക്ക് വേണ്ടി പൗലോസ് പറയുമ്പോൾ ചിലവാകുകയും ചിലവായി പോവുകയും ചെയ്യും. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഗിവിങ്ങിനെ കുറിച്ചാണ്. ഗിവിങ് എന്ന് പറയുമ്പോൾ യേശു തന്നെ പറയുന്നുണ്ട്, നമ്മളോട് പറയുക, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന അളവ് നമ്മുടെ മടിയിൽ ലഭിക്കും. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പലയിടത്തും ദൈവനാമത്തിൽ യേശു പറഞ്ഞ, എൻ്റെ നാമത്തിലോ സുവിശേഷത്തിലോ നിങ്ങൾ എന്തെങ്കിലും നൽകിയാൽ 100 മടങ്ങായി ഈ ലോകത്ത് വെച്ച് തന്നെ നൽകപ്പെടും. അത് കർത്താവിൻ്റെ നീതിയാണ്. അപ്പം കൊടുക്കുക എന്നാൽ കിട്ടാൻ വേണ്ടി കൊടുക്കുക എന്നല്ല, മനഃപൂർവ്വമായി. പൗലോസ് പറയുമ്പോൾ സങ്കടത്തോടെ നിങ്ങൾ കൊടുക്കരുത്, സന്തോഷത്തോടെ. ഈ കൊടുക്കുക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് കൊടുക്കുന്നതോ സുവിശേഷ വേലയിൽ നൽകുന്നതോ മാത്രമല്ല. നമ്മുടെ ജീവിതം, നമ്മുടെ സമയം, നമ്മളുടെ ഒരാളുമായിട്ട് അല്പസമയം, ഒരു വേദനയിലിരിക്കുന്നൊരു വ്യക്തിയുടെ കൂടെ അല്പസമയം ചെലവഴിച്ച് അവരുടെ ഭാരങ്ങൾ കേൾക്കുമ്പോൾ ഐ എം ഗിവിങ്. എൻ്റെ ടൈം ഞാൻ കൊടുക്കുക, എൻ്റെ ജീവിതം ഞാൻ കൊടുക്കുക, എൻ്റെ സമയങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കുക, എൻ്റെ കഴിവുകൾ. നമ്മളിൽ ചിലർക്ക് പാടാൻ കഴിവുണ്ട്, നല്ല കീബോർഡ് വായിക്കുന്നവരുണ്ട്. വി ആർ ഓൾ ഗിവിങ്. നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെ എവിടെ നിന്നൊക്കെ കിട്ടും, എൻ്റെ ജീവിതത്തിൽ എവിടെ നിന്നൊക്കെ പ്രാപിക്കാം, എങ്ങനെ എൻ്റെ പോക്കറ്റ് നിറയ്ക്കാം, അങ്ങനെയുള്ളവരെ ലോകം വിസ്മരിക്കും. എന്നാൽ ജീവൻ വെച്ചു കൊടുത്തവരെ, എനിക്ക് മറ്റുള്ളവർ കൂടെ പ്രയോജനമാണെന്ന് ആഗ്രഹിച്ചവരെ ലോകം മറക്കത്തില്ല. ലെറ്റ് അവർ ലൈഫ് ബി എ ഗിവിങ് ലൈഫ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ മിഷൻ മാസങ്ങളും കൂടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് കൊടുക്കാൻ മാത്രം പറയല്ല. ഈ മിഷൻ മന്ത്സിൽ ഞങ്ങളും ഇവിടെ ഈ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും നമുക്കൊന്നിച്ച് കൈനീട്ടാം. നമ്മൾ ഇവിടെ ഈ ക്യാമറ എടുക്കുന്ന സഹോദരങ്ങൾ, അവരവരുടെ വാല്യൂ ടൈം കൊടുക്കുക, അവരുടെ കഴിവുകൾ കൊടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും ചേരുമ്പോൾ ആ 4 പേർ ചേർന്ന് പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ സമയം അവർ ചെലവഴിക്കേണ്ടി വന്നു. ഞങ്ങളുടെ കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. സോ ലെറ്റ് ദിസ് ബി എ ടൈം ഓഫ് ഗിവിങ്. നമ്മുടെ മിഷൻ മന്ത്സിൽ നമുക്കൊന്നിച്ചു ചേരാം, കൊടുക്കാം. അപ്പോൾ തന്നെ പന്തളത്തെ TV പ്രേക്ഷക മീറ്റിങ്ങിൽ ഗിവിങ്ങിനെ കുറിച്ച് പറഞ്ഞ ആ സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന അളവ് മനുഷ്യർ നിങ്ങളുടെ മടിയിൽ കൊണ്ടുത്തരും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ നോക്കിയാൽ, നമ്മളെ കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ നമ്മളെ നിറയ്ക്കും, നമ്മളിലൂടെ മറ്റുള്ളവർക്കും അനുഗ്രഹമാവും. അങ്ങനെ ഒരു പ്രോഗ്രാമേ കർത്താവിനുള്ളൂ. എന്നാൽ മനുഷ്യൻ്റെ സങ്കുച ചിന്താഗതിയിൽ അവന് പലപ്പോഴും താൻ അനുഗ്രഹിക്കപ്പെടണം എന്നേ ഉള്ളൂ.
എന്നാൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു ഹൃദയ വിശാലത എനിക്ക് വരുമ്പോഴാണ് ഞാൻ ഏറെ നിറയുന്നു. എൻ്റെ കാര്യം ഒന്ന് വിടുതലാകണം, അതാണ് പലർക്കും ഉള്ളത്. നോ, നിന്നെ കർത്താവ് വിടുവിച്ചാൽ അതിൻ്റെ അർത്ഥം നിന്നെ അനേകർക്ക് നൽകുന്ന ഒരു വ്യക്തിയാക്കിയും കൂടെ കർത്താവ് മാറ്റും. അതാണ് യേശുക്രിസ്തുവിൻ്റെ പദ്ധതി. ആത്മീയ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യോഹന്നാൻ 7:37. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ആരെങ്കിലും ഇങ്ങനെ പറയുമോ? ദാഹം ആർക്കെങ്കിലും ഇവിടെ ദാഹിക്കുന്നുണ്ട് വന്നവർ കേട്ടോ, അവിടെ വെള്ളമുണ്ട്, ദാഹിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് നദി ഒഴുകും. എന്തൊരു പറച്ചിലായത്! പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം ദാഹിക്കുന്ന നിനക്ക് 1-2 ഗ്ലാസ് വെള്ളം മതി. നീ അത് കുടിച്ച് തൃപ്തനാകുന്ന മാത്രമല്ല, നീ എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് യു വിൽ ബിക്കം എ സോഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ്. നീ അനേകരെ അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സാമ്പത്തിക വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആത്മീയ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടണേ എന്ന് മാത്രമല്ല, ഇന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് തന്നെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ, ജപ്തി നടപടിയുടെ മുമ്പിൽ നിൽക്കുന്നവർ, സാമ്പത്തികമായ വലിയ പ്രതിസന്ധികളിൽ നിൽക്കുന്നവർ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തൻ്റെ ആദ്യ പ്രസംഗത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 4 കർത്താവ് തൻ്റെ നസ്രത്ത് മാനിഫെസ്റ്റോ എന്നാണ് വേദപണ്ഡിതർ അതിനെ വിളിക്കുന്നത്. തൻ്റെ പ്രകടന പത്രിക, യേശു താൻ ഈ ഭൂമിയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ലൂക്കോസ് 4:13 മുതൽ വായിക്കുമ്പോഴുണ്ട്. അവിടെ കർത്താവ് ഇങ്ങനെയാണ് നസ്രയത്തിൽ തൻ്റെ പള്ളിയിൽ വന്നിട്ട് പഴയ നിയമം എടുത്ത് യെശയ്യാപ്രവചനെടുത്ത് വായിക്കുമ്പോൾ ഈ ഭാഗമാണ് താൻ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. നമുക്ക് കർത്താവിൻ്റെ അഭിഷേകം തന്നെ എന്തിനുള്ളതാണ്? ദരിദ്രർക്ക് സദ്വർത്തമാനം. ദരിദ്രരുടെ സദ്വർത്തമാനം എന്താ? ദാരിദ്ര്യം മാറും. എന്നിട്ട് അതേ അധ്യായത്തിൽ തുടർന്ന് കർത്താവ് പറയാണ്, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുപ്പാനും കുരുടന്മാർക്ക് കാഴ്ച കൊടുപ്പാനും പീഡിക്കപ്പെടുന്നവരെ വിടുവിക്കാനും അത്രയേ ഞാൻ വന്നത്. കർത്താവായ യേശുക്രിസ്തു ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി ഒരു വ്യക്തിയുടെ എല്ലാ ഏറിയായാലും വിടുതൽ കൊടുക്കുക മാത്രമല്ല, അനേകർക്ക് നദി പോലെ നൽകുന്ന വ്യക്തിയാക്കി നിങ്ങളെ എന്നെ മാറ്റുകയും ചെയ്യും. അതാണ് കർത്താവിൻ്റെ പദ്ധതി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. പല കാരണങ്ങളാണ് പലപ്പോഴും ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയാതിരിക്കുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ദരിദ്രരെ ഉള്ള സദ്വർത്തമാനം ഞാൻ പറയുന്നെന്ന് പറഞ്ഞിട്ട് അതേ ലൂക്കോസ് 4 2 സംഭവങ്ങൾ പറയുകയാണ്. ഒന്ന്, നയമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയുടെ സൗഖ്യം. 2, ഏലിയ പ്രവാചകന്റെ കാലത്ത് സാരഫാത്തിലെ ഒരു വിധവയ്ക്ക് അവളുടെ ക്ഷാമകാലത്ത് ഒരു അത്ഭുത വിടുതൽ ലഭിച്ചതിനെ കുറിച്ചാണ് കർത്താവ് അവിടെ പറഞ്ഞ രണ്ടാമത്തെ സംഭവം. 1, നയമാന്റെ കുഷ്ഠരോഗം മാറിയത്. 2, സാരഫാത്തിലെ വിധവയുടെ ദാരിദ്ര്യം മാറിയത്. കർത്താവിൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ സ്വർഗത്തിൽ പോകുന്ന കാര്യം ഒന്നുമല്ല പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന കാര്യം വേണ്ടെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ അർത്ഥമാക്കരുത്. യേശുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. ഈ ലോകത്തിൽ ഒരു സ്വർഗത്തിൻ്റെ പ്രതിനിധിയായി നീ അനുഗ്രഹിക്കപ്പെടുകയും നീ ഒഴുകിച്ചെന്ന് അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി നിന്നെ നിർത്താനാണ് കർത്താവ് ആഗ്രഹിക്കും. കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരുമ്പോൾ നിന്നിൽ നിന്ന് നദികൾ ഒഴുകും. 1 ഗ്ലാസ് വെള്ളത്തിനായിരിക്കും നീ വന്നത്, പക്ഷേ നീ അനേകർക്ക് നദി ഒഴുകുമെന്നല്ല, നദികൾ ഒഴുകും. നൈൽ നദി എന്ന് പറയുന്ന നദി ആഫ്രിക്കയുടെ വടക്കു മുതൽ തെക്ക് വരെ ഒഴുകുകയാണ്. ഗംഗ എന്ന് പറയുന്ന നദി വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുകയാണ്. ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി രാജ്യങ്ങളിലൂടെ കടന്നു പോവുക. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, യേശുവിൻ്റെ അടുക്കൽ വന്ന നീ, നിന്റെ സാമ്പത്തിക വിഷയം, നിന്റെ ആത്മീയ വിഷയം വിടുതലാകുന്ന മാത്രമല്ല, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ അനേകർക്ക് അനുഗ്രഹമായി ഒഴുകുന്ന ഒരു നദിയാക്കി നിന്നെ മാറ്റാനാണ് കർത്താവിൻ്റെ പദ്ധതി. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് പറഞ്ഞ നദികൾ ഒഴുകും. എന്താണ്? നദികൾ ഒഴുകും. 1 ഗ്ലാസ് വെള്ളത്തിനായിരിക്കും നീ വന്നത്, ഒരു വിടുതലിനായിരിക്കും നീ വന്നത്, എന്നാൽ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റും. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്.
ആമേൻ. നദികൾ ഒഴുകും. ഇവിടെ ഈ നദികൾ ഒഴുകുവാൻ കർത്താവിന് വേണമെങ്കിൽ ഒരാളെ അങ്ങ് ഭൗതികമായിട്ട് അങ്ങ് അനുഗ്രഹിക്കാം. പക്ഷെ കർത്താവ് ഇവിടെ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് തോന്നുന്നു നമ്മൾ കൊടുത്താലേ കിട്ടുള്ളൂ, അങ്ങനെ കർത്താവ് തരുവുള്ളൂ. കർത്താവിനല്ലാതെയും തരാം. പക്ഷെ കർത്താവിന് മനുഷ്യൻ്റെ ഇടുക്കം, സങ്കുചിതത്വം മാറ്റാൻ വലിയ ആഗ്രഹം. മനുഷ്യനിൽ ഒത്തിരി ദുഷ്ടതയുണ്ട്. താൻ മാത്രം അനുഗ്രഹിക്കപ്പെടണം, വേറെ ആർക്കും കിട്ടരുതെന്നും കൂടെ അവന് ഉണ്ട്. ഞാൻ പണിത വീടിനേക്കാൾ നല്ലൊന്ന് വേറൊരാൾ വെക്കരുതെന്ന് മനുഷ്യൻ്റെ ദുഷ്ടജഡത്തിൽ, പാപത്തിൽ വീണുപോയ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഇടുക്കത്തിലുണ്ട്. എന്നാൽ കർത്താവ് അങ്ങനല്ല, എല്ലാവരെയും അനുഗ്രഹിക്കുന്നവനാണ്. അബ്രഹാമിനോട് പറയുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും, നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും. യു വിൽ ബിക്കം എ സോഴ്സ് ഓഫ് ബ്ലെസ്സിങ്. ഇന്ന് വന്ന എല്ലാവരോടും ഞാൻ പറയാം, സാമ്പത്തിക വിടുതലിന് പ്രാർത്ഥിക്കാൻ കര ഉയർത്തിയപ്പോഴാണല്ലോ ഞാനിത് പറഞ്ഞത്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ആ ബാങ്കിലെ ലോൺ തീർക്കുക മാത്രമല്ല. ഞാൻ ഈ പുസ്തകത്തിൽ ഇതിലെഴുതിയിരിക്കുന്ന വചനത്തെ സാക്ഷിയാക്കിയ ഒരു കാര്യം പറയാം. 2 കൊരിന്ത്യർ 8:9 വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്തിൽ, യേശു ദാരിദ്ര്യനായത് ക്രൂശിലാകട്ടോ. അതിവിടെ ഞാൻ പറഞ്ഞ് അതിൻ്റെ വാക്യങ്ങൾ എടുക്കുന്നില്ല, സമയങ്ങൾ മുമ്പോട്ട് പോയല്ലോ. യേശു ക്രൂശിൽ ദാരിദ്ര്യത്തിൻ്റെ പൂർണ്ണത വഹിച്ചത് അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളും ഞാനും സമ്പന്നരാകാനാണെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയും. 2 കൊരിന്ത്യർ 9:8 ഈ 8ഉം 9ഉം 2ഉം ദൈവവേലയിൽ കൊടുക്കുന്നതിനെ കുറിച്ച് 1-2 പേരോട് പറഞ്ഞ കൊടുക്കുന്നതിനെ കുറിച്ച്. വീണ്ടും പറയാം, 2 കൊരിന്ത്യർ 8-9 അധ്യായങ്ങൾ. കൊരിന്ത് സഭ നേരത്തെ തന്നെ ദൈവനാമത്തിൽ കൊടുക്കുന്നതിന് തീരുമാനിച്ചെങ്കിലും അവരെ തീരുമാനത്തിൽ പറഞ്ഞതല്ലാതെ തീരുമാനത്തിലേക്ക് അവർ വന്നില്ല. അപ്പോൾ അവരെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് പറയും, അവിടെ ഭൗതിക വിഷയം എഴുതിയിരിക്കുന്നത്, സാമ്പത്തിക വിഷയം എഴുതിയിരിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോട് ഞാൻ പറയാം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നും കുന്നും ദാരിദ്ര്യത്തിൽ കിടക്കത്തില്ല. അത് ദൈവ പദ്ധതി അല്ല. റജി ബ്രദർ 69 ചെക്ക് കേസും 25 അറസ്റ്റ് വാറണ്ടുമായി തൻ്റെ ബിസിനസ് തകർന്ന ദൈവസന്നിധിയിൽ വന്ന്, എന്നാൽ എന്നും അങ്ങനെ കിടക്കാനൊക്കത്തില്ല. 69 ചെക്ക് കേസിൽ അതിൽ 25 അറസ്റ്റ് വാറണ്ടിലായിരുന്നയാൾ രാജ്യങ്ങളെ അനുഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് മാറിയേ ഒക്കത്തുള്ളൂ. അല്ല, നമ്മൾ ചിന്തിക്കരുത് ചിലർക്കൊക്കെ വിടുതൽ, എനിക്ക് വിടുതലില്ല. അങ്ങനെയല്ല, എല്ലാവർക്കും സാമ്പത്തിക അനുഗ്രഹമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, പിന്നെ ഓർപ്പിക്കുക, നമ്മൾ പലപ്പോഴും അറിയാതെ നമ്മുടെ പ്രശ്നങ്ങളെ വലുതായി പറയും. 1-2 പേരോട് പറഞ്ഞേ, പ്രശ്നങ്ങളെ വലുതായി പറയരുത്. യേശു പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലയോട് നീങ്ങാൻ പറഞ്ഞാൽ അത് നീങ്ങും. എന്നാൽ പലപ്പോഴും നമ്മൾ മലയോട് നീങ്ങാൻ പറയല്ല, മലയെക്കുറിച്ച് അഭിപ്രായം പറയുക. ഇത് ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. ഇപ്പം റബ്ബറിന് വില കുറവാണ്, മാർക്കറ്റ് ഡൗൺ ആണ്, എണ്ണ താഴോട്ടാ, കൈവെടുത്ത് പറയും. ഇതൊന്നും പറയാൻ പറഞ്ഞില്ല. നീ യേശു കർത്താവിനെ അറിഞ്ഞതുകൊണ്ട്, നിന്റെ ഉള്ളിൽ ഈ കർത്താവിൻ്റെ അനുഗ്രഹം വന്നതുകൊണ്ട്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ ഒരു വശത്ത് 1000 വലത്ത് വശത്ത് 10,000 വീണോ, ഇതൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ അടുക്ക വരത്തില്ല. ഞാൻ കർത്താവായ യേശു തമ്പുരാൻ്റെ ചിറകടിയിലാകയാൽ ഒരു ബാധയും എന്നെ അടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ആ വലിയൊരു ദൗത്യമാകുന്ന, പ്രശ്നമാകുന്ന മല മുമ്പിൽ നിൽക്കുമ്പോൾ സെരുബ്ബാബേലിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാ, സെരുബ്ബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമുണ്ടല്ലോ, ആ കടഭാരമായിരിക്കാം, ആ ജപ്തി നടപടിയായിരിക്കാം, അത് സമഭൂമിയാകും. നിന്റെ പ്രശ്നത്തെ നീ വലുതാക്കി പറയരുത്, സാഹചര്യങ്ങളെ വലുതാക്കി പറയരുത്. നിന്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവന്. അത് സമഭൂമിയാകും. ഈ കടഭാരം തീരും. ആ പൈസ മുഴുവൻ ഞാൻ അടച്ചു തീർക്കുമെന്ന് മാത്രമല്ല, എൻ്റെ എല്ലാ കടബാധ്യതയും മാറി അനേകർക്ക് കൊടുക്കാനും കൂടെ എൻ്റെ കയ്യിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 9:8 അവിടെയും ഭൗതിക വിഷയമാണ് പറയുമ്പോൾ പറയാണ്, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടന്ന ശേഷം കൊടുപ്പാനും ഉണ്ടാവും, നല്ല വേലകളിൽ കൊടുപ്പാനും ഉണ്ടാവും. എന്നിട്ട് പറയണം, വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകപ്പെടും. അപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊള്ളുക, നമുക്ക് കിട്ടുന്ന ഭൗതിക നന്മയിൽ, നമുക്ക് കിട്ടിയ ആത്മീയ അനുഗ്രഹങ്ങൾ മുഴുവൻ എനിക്കുള്ളതല്ല. എല്ലാവരും പറഞ്ഞ്, എൻ്റെ ശമ്പളം മൊത്തം എൻ്റെ അല്ല, എനിക്ക് കിട്ടിയ കഴിവുകൾ മൊത്തം എനിക്കുള്ളതല്ല, എൻ്റെ കൃപാവരങ്ങളെല്ലാം എനിക്കുള്ളതല്ല. സ്തോത്രം. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിൽ പോലും പറയാണ്, അരികു തീർത്ത് വയൽ കൊയ്യരുത്.
കാലാ പെറുക്കരുത്, അത് പാവങ്ങൾക്ക് വിട്ടേക്കണം. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം പറയാം. നമുക്ക് കിട്ടിയ ഭൗതിക നന്മയിൽ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ മുഴുവൻ നമുക്കുള്ളതല്ല. ഒരു ഭാഗം ദൈവനാമത്തിൽ കൊടുക്കാനുള്ളതാണ്, ഒരു ഭാഗം കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാനുള്ളതാണ്. 1-2 പേരോട് പറഞ്ഞ് അതൊക്കെ എടുത്ത് മോഷ്ടാവാകരുതെന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ തോമസ് ബ്രദറിൻ്റെ കയ്യിൽ ഒരു നല്ല പൊതി ഭക്ഷണം കൊടുത്തിട്ട് പറയാം, ബ്രദറും തിന്നോണം, റജി ബ്രദറിനും തിന്നോണം. പക്ഷേ ബ്രദർ ഓർക്ക് എൻ്റെ കയ്യിലാണല്ലോ കിട്ടിയത്, മൊത്തം അങ്ങ് തിന്നേക്കാം. മോഷ്ടിക്കരുത്. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞ് എൻ്റേത് മോഷ്ടിക്കരുതെന്നും. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. 1-2 പേരോട് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാരകന്മാരാണ്, ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരാണ്. നിങ്ങൾക്ക് കിട്ടിയ പണത്തിൻ്റെയും എനിക്ക് കിട്ടിയ പണത്തിൻ്റെയും ഗൃഹവിചാരകൻ മാത്രമാണ് നീ. മുഴുവൻ നിൻ്റേതല്ല. യു ആർ ജസ്റ്റ് മാനേജിങ് വാട്ട് ഗോഡ് ഹാസ് ഗിവൺ ഇൻ യുവർ ഹാൻഡ്. അത് നീ എങ്ങനെ ഉപയോഗിക്കും എന്ന് ദൈവം നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതാണ് ഇവിടെ ആ സ്ത്രീ, ആ വിധവ. കർത്താവ് ദരിദ്രന്മാരോട് സുവിശേഷം പറയാനാണ് വന്നിട്ട് പറഞ്ഞ ആദ്യം പറഞ്ഞ വിധവയുടെ കാര്യം. ആ വിധവയെ കർത്താവിന് വേണം നേരെ അങ്ങ് അനുഗ്രഹിക്കരുതോ? പക്ഷെ അങ്ങനെ അല്ല ചെയ്ത്. അവളുടെ ആ കാലത്തിൽ ഇനി അല്പം മാവ് കൂടെ ഉള്ളൂ. പ്രവാചകനെ വിട്ട് ദൈവം ചോദിക്കുക, ഒരപ്പം ചുട്ട് എനിക്കിതാ. ആദ്യമേ അവളുടെ മാനുഷിക വശം വെളി വന്നു. അയ്യോ, ഞാൻ ഉള്ളത് വെച്ച് ഞാനും മോനും കൂടെ തിന്ന് ചാകാനിരിക്കുക. പക്ഷേ ആ പ്രവാചകന്റെ വാക്കുകളിൽ കൂടെ ദൈവം അവളുടെ ഹൃദയത്തെ തുറന്നു. അവളുടെ മനസ്സിനൊരു മാറ്റം വന്നു. അവളുടെ ഉള്ളിൽ മനസ്സിലായ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. എൻ്റെ കണക്കൂട്ടലുകൾക്ക് മുകളിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. അവൾ അപ്പം ചുട്ടു, പ്രവാചകന് കൊടുത്തു, തിരിച്ചു വന്നപ്പോണ്ടാ പിന്നെയും കലം നിറഞ്ഞിരിക്കുന്നു. ഐ ബിലീവ് ഇൻ മിറക്കിൾസ്. ഞാൻ ഈ അത്ഭുതങ്ങളെല്ലാം വിശ്വസിക്കുന്ന ആളാണ്. ഒരു കാലത്ത് ഇതിനെയെല്ലാം വിമർശിച്ച ആളാണ് ഞാൻ. പക്ഷേ ഇന്ന് എനിക്കറിയാം, കന്യകയിൽ ജനിച്ചവൻ, മരണത്തെ ജയിച്ച് ഉയർത്തവൻ, അവൻ തന്നെ ഒരു അത്ഭുതമാണെങ്കിൽ അവൻ തൊടുന്നതെല്ലാം അത്ഭുതമാണ്. അവൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. അത്ഭുതം നടന്നേ ഒക്കത്തുള്ളൂ. അവൾ എന്ത് ചെയ്യുന്നറിയാമോ? അവളും മകനും കഴിച്ചു, പ്രവാചകന് വീണ്ടും കൊടുത്തു. പിന്നെ നമ്മൾ വായിക്കുന്നു, ആ ക്ഷാമകാലം മുഴുവൻ അവളും മോനും പ്രവാചകനും അവളുടെ ചാർച്ചക്കാരും ആ കലത്തിൽ നിന്ന് കഴിച്ചു. എന്തിനാ കർത്താവ് ഇത് ചെയ്തത്? നിന്നെ മാത്രം വിടുവിക്കുകയല്ല, അനേകർക്ക് വാരിക്കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി നിന്നെ മാറ്റാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഒന്ന് ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറഞ്ഞ ഒരു വചനം കിട്ടി, എനിക്കൊരു വചനം കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷിച്ച് പോയാൽ പോരാ, നിന്നെ അനേകർക്ക് വചനം കൊടുക്കുന്ന വ്യക്തിയാക്കണം. എങ്ങനെങ്കിലും ഇന്ന് വന്നൊരു രോഗസൗഖ്യം പ്രാപിച്ചാൽ പോരാ, നിന്റെ കൈ വെക്കുമ്പോൾ അനേകർക്ക് രോഗസൗഖ്യം കിട്ടണം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ സ്വർഗത്തിൽ പോവും, അത് പോരാ, നീയും നിന്റെ കുടുംബവും മുഖേന അനേകർ കർത്താവിനെ അറിയുവാനിടയായിത്തീരും. ദൈവനാമത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ, ദൈവ വേലയിൽ കൊടുക്കുമ്പോൾ, അതുപോലെ കഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ദൈവനാമത്തിൽ കൊടുക്കുമ്പോൾ അതൊരു വിതയാണ്. വിതയ്ക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ദുഃഖിക്കുന്നില്ല, എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്നില്ല. ആ വിതയ്ക്കുന്ന ആൾക്കറിയാം, ഇതിലധികമായി എൻ്റെ കയ്യിലേക്ക് മടങ്ങി വരും. എപ്പോഴും വിതയുടെ പ്രിൻസിപ്പിൾസ് മറക്കരുത്. വിതച്ചത് തന്നെ കൊയ്യും, വിതച്ചതിൽ എത്രയോ മടങ്ങധികം കൊയ്യും, വിതച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കൊയ്യും. നമ്മളെന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അതും ഒരു വിതയാണ്. കർത്താവിനെ മനസ്സിൽ ഓർത്തോണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് ഒരാൾക്കൊരു നന്മ ചെയ്താൽ, ഒരാളോടൊന്ന് ക്ഷമിച്ചാൽ, ഇതെല്ലാം ഒരു മിഷനാണ്. നമ്മുടെ കുടുംബത്തിൽ ദൈവ സ്നേഹത്തിൽ നമ്മുടെ ഭാര്യയോട്, ഭർത്താവിനോട് നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്യുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം മാറ്റി വെക്കുമ്പോൾ, വേറൊരാളുടെ വേദന കേൾക്കാൻ, സുവിശേഷം പങ്കിടാൻ നമ്മൾ നമ്മുടെ സമയം മാറ്റി വെക്കുമ്പോൾ, ഇറ്റ്സ് എ ഗിവിങ്. പക്ഷേ നൽകിയതൊന്നും നഷ്ടപ്പെടുന്നില്ല. ഹൃദയപൂർവ്വം നൽകിയതൊന്നും നഷ്ടപ്പെടുന്നില്ല. അത് തിരിച്ചു വരും, 10 മടങ്ങായി, 100 മടങ്ങായി, മേനികളായി വിളഞ്ഞു വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണം. ഇന്ന് കേട്ട വചനം പോലെ, കർത്താവേ, എൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്കെല്ലാം നന്മ ചൊരിയുന്ന ഒന്നായി മാറുവാൻ സഹായിക്കണമേ. സ്വയം എരിഞ്ഞുകൊണ്ട് ലോകത്തിന് മുഴുവൻ വെളിച്ചം സൂര്യൻ നൽകുന്നത് പോലെ, കർത്താവായ യേശു ക്രിസ്തുവിനെയും നീതി സൂര്യൻ തന്നെ യാഗമാക്കിക്കൊണ്ട് അനേകർക്ക് നന്മയുടെ കിരണങ്ങൾ, വിടുതലും സൗഖ്യവും എല്ലാം നൽകിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എന്നെ നിങ്ങളെ നിയന്ത്രിക്കുന്നത്. ആ സ്നേഹത്തിൽ നമുക്ക് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകളും തകർന്നുകൊണ്ടിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിനായി
നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. മാത്രമല്ല സുവിശേഷ വേലയിൽ വാരി കൊടുക്കാം, വാരി വിതറാം, സുവിശേഷം നൽകാം. കർത്താവ് ആർക്കും കടക്കാരനായിരിക്കത്തില്ല. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഇതാ പ്രാർത്ഥിക്കേണ്ടത്: കർത്താവേ, എൻ്റെ ജീവിതം എനിക്കെന്ത് കിട്ടും, എനിക്കെങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും എന്നൊരു ചിന്തയ്ക്കപ്പുറത്തേക്ക് എൻ്റെ മനസ്സിനെ ഒന്ന് തുറക്കണമേ. എനിക്കെങ്ങനെ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് അതേഴ്സ്, എനിക്കെങ്ങനെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകാൻ പറ്റും. അങ്ങനെ നമുക്കൊന്ന് ഒന്ന് 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 ആഗ്രഹിക്കാം. പത്രോസിൻ്റെ വള്ളത്തിൽ യേശു വന്ന് കയറി നിന്നപ്പോൾ അവൻ ആഗ്രഹിച്ച എൻ്റെ വള്ളം എങ്ങനെ ഒന്നറിയുമെന്ന്. പക്ഷേ കർത്താവിന് വേണ്ടി ആ വള്ളം അല്പസമയത്തൊക്കെ വിട്ടുകൊടുത്തെങ്കിൽ കർത്താവ് വെറും പാത്രം തിരിച്ചു കൊടുക്കത്തില്ല. ആ വള്ളം നിറച്ചു കൊടുത്തെന്ന് മാത്രമല്ല, അവന് കൊടുത്ത ആ മീൻപിടുത്തത്തിൽ അടുത്ത വള്ളങ്ങളിൽ കൂടെ പകർന്നു കൊടുക്കാനുള്ളതുണ്ടായിരുന്നു. അതാണല്ലോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ, കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹം. അതിപ്പോൾ പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലാണെങ്കിൽ, മറ്റേതെങ്കിലും ഒരു ഭയത്തിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ, കർത്താവായ യേശു നിങ്ങളുടെ സമീപമുണ്ട്, അത്ഭുത വഴി തുറക്കും. ഈ ദിവസങ്ങളിൽ പലരും ഞങ്ങളെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മിഷൻ മന്ത്സിൽ ഞങ്ങൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും? ഈ കാണുന്ന നമ്പർ മിഷൻ മന്ത്സിന് വേണ്ടി മാത്രമുള്ള നമ്പറാണ്. നിങ്ങൾ വിളിക്കുമ്പോൾ വേറെ ചിലർ പറഞ്ഞു, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ബ്രദറെ. ആഗ്രഹം മതി, ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്നു. നമുക്കിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. ആഗ്രഹിക്കുന്നവരുടെ കരങ്ങളിൽ കർത്താവ് ഒരുക്കി തരും. കർത്താവേ, ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ദിവസങ്ങളിൽ മിഷൻ മന്ത്സിൽ നമ്മുടെ ക്യാമറാസിന് വേണ്ടി, നമ്മുടെ ഇവിടുത്തെ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ റിട്രൈവിങ് സിസ്റ്റത്തിന് വേണ്ടിയൊക്കെ നമ്മളെല്ലാം ചേർന്ന് കൊടുക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച്, കർത്താവെ പുതുവഴികൾ തുറക്കണമേ. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന അതാ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, കുഞ്ഞുങ്ങളടക്കം, നമ്മുടെ ഈ മിഷൻ മന്ത്സിൽ ഈ സുവിശേഷത്തിൻ്റെ, കർത്താവായ യേശുവിൻ്റെ സ്നേഹം അറിയിക്കാൻ വേണ്ടി കൊടുക്കാൻ എല്ലാവരുടെയും കൈകളിൽ ഉണ്ടാകണം. ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് നൽകി തരും. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്ന ചിലർ ഇന്ന് പകൽ എങ്ങനെ മുമ്പോട്ട് പോകും? ചില പ്രതിസന്ധികളിലാണ്, കടഭാരത്തിലാണ്, ജപ്തി നടപടിയുടെ മുമ്പിലാണ്. കർത്താവിൻ്റെ അത്ഭുതകരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് വിശ്വാസത്തോടെ ഈ നിമിഷം പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ രോഗികളായും മറ്റ് പ്രയാസത്തോടെ കേൾക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വചനം പോലെ കർത്താവെ, അങ്ങയുടെ ജീവിതം ഞങ്ങൾക്ക് വേണ്ടി വെച്ചു തന്നു. അതുപോലെ ഞങ്ങളുടെ ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന ജീവിതമായിരിക്കാൻ, ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങളുടെ താലന്തുകൾ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. സ്വാർത്ഥത മുഴുവൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളും വ്യക്തികളും അനുഗ്രഹീതരായി തീരട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ തന്നെ രോഗപ്രയാസമുള്ളവർ വിശ്വാസത്തോടെ നിങ്ങളുടെ കരം രോഗമുള്ള ഭാഗത്ത് വെക്കണം. കാരണം കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ കൈ വെക്കുമ്പോൾ അവിടെ സൗഖ്യമാവും. അതിൻ്റെ അർത്ഥം യേശു അവിടെ സ്പർശിക്കും. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കരം വെച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ, കർത്താവ് അവരെ അറിയുന്നുണ്ട്. അതിവേദനയിൽ കേൾക്കുന്നവർ, മറ്റു പ്രതിസന്ധികളിൽ ഡോക്ടർമാർക്ക് ഇനി ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞെടുത്ത് കർത്താവിൻ്റെ കരം നീളണമേ. കർത്താവെ, മരണം മാത്രം മുമ്പിൽ കൊണ്ടോ മരിച്ചാൽ മതി, ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയിൽ കേൾക്കുന്നവരുണ്ട്. യേശു കർത്താവിൻ്റെ കരം അവരെ തൊട്ട് ഈ നിമിഷം സൗഖ്യമാകട്ടെ, വിടുതലാകട്ടെ. സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടഭാരത്തിൽ ഇനി മുമ്പിൽ ജപ്തി നടപടി മാത്രമെന്ന് പറയുന്നവർ, കർത്താവ് പുതുവഴി തുറക്കണം. ആ ചെങ്കടലിൽ വഴി തുറന്ന കർത്താവ് ഈ മക്കൾക്ക് വേണ്ടി വഴി തുറന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. നമുക്കൊന്നിച്ച് മിഷൻ മന്ത്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ പലരും, ഞാൻ വിശ്വസിക്കുന്നു ഈ പങ്കാളികളായി നിങ്ങളേവരും ആഗ്രഹിക്കുന്നുണ്ട് കൊടുക്കുവാൻ. ആ തക്ക സമയത്ത് കയ്യിൽ ലഭിക്കണം, അല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ദിവസങ്ങളിലെ ഹെവൻലി ഫീസ്റ്റ് TV മിനിസ്ട്രിയുടെ ഈ മിഷൻ മന്ത്സിൽ ഞങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ എക്യുപ്മെൻസും, അതുപോലെ ഈ സ്റ്റുഡിയോയുടെ ആവശ്യങ്ങളും മുഴുവൻ കർത്താവെ ഉണ്ടാകണം. മറ്റ് ഭാഷകളിലും കൂടെ അങ്ങയുടെ നാമം അറിയിക്കാൻ വഴിയൊരുക്കണം. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ദൈവമക്കൾ കൊടുക്കാൻ ആഗ്രഹിക്കുക കർത്താവെ. എന്നാൽ അവരുടെ കൈകളിലേക്ക് നീ കൊടുക്കണം. നാളുകളായി തടഞ്ഞു കിടക്കുന്നത് റിലീസാകട്ടെ.
അതുപോലെ ഒരിക്കലും ഇനി ലഭിക്കയില്ല എന്ന് കരുതരുത്. അവരുടെ കൈകളിൽ വരട്ടെ. ചില വിൽപ്പനകൾ നടക്കത്തില്ല എന്ന് പറഞ്ഞ ആ വസ്തുക്കളുടെ വിൽപ്പനകൾ ഈ ദിവസങ്ങളിൽ എല്ലാ വസ്തു കച്ചവടങ്ങളും നടക്കത്തില്ല എന്ന് വാഗൊണ്ട് പറഞ്ഞത് അത് മാറി കർത്താവിൻ്റെ വഴി അവിടെ തുറക്കട്ടെ. ആ ശമ്പള വർധനകൾ, അതുപോലെ വിസാകൾ ഒക്കെ കർത്താവ് കൊടുക്കണമേ. തടയപ്പെട്ട ശമ്പളങ്ങൾ ലഭിക്കട്ടെ. കർത്താവ് നിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടും വഴിയില്ലാത്ത പലരുമുണ്ട്. കർത്താവ് വഴി ഒരുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുക. അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ചു. തടഞ്ഞു കിടക്കുന്ന ചില സാമ്പത്തിക നന്മകൾ റിലീസാകുന്നു. നാളുകളായി ചില ബിഗ് അമൗണ്ട്സ് കർത്താവിനെ കാണിക്കുന്ന ചില ബിസിനസ്സുകാർ അത് നിമിത്തം നിങ്ങളുടെ ബിസിനസ് പ്രതിസന്ധിയില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കരം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ഡാം പൊട്ടി ഒഴുകി വരുന്ന പോലെ തടഞ്ഞു കിടന്നത് നന്മകൾ വരും. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കണം. ഈ മിഷൻ മന്ത്സിൽ നിങ്ങൾ കൊടുക്കണം. ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് എങ്ങനെ ഈ TV മിനിസ്ട്രിയിൽ പങ്കാളിയാവാൻ സാധിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കർത്താവ് സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡ് വീണ്ടും അനുഗ്രഹം നിറഞ്ഞ വചനങ്ങൾ, സാക്ഷ്യങ്ങൾ നമുക്കായി ഒരുങ്ങിയിരിക്കുന്നു. അതിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9473566882. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. തോമസ് ഊട്ടി ബ്രദർ ന്യൂഡൽഹിയിൽ ശുശ്രൂഷിക്കുന്നു. ഏപ്രിൽ 12 ഞായർ. ശുശ്രൂഷകൾ ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ 5 വരെ. സദ്ഭാവന ഭവൻ, മാഷീഗർ ചർച്ചിന് സമീപം. അവധിക്കാലം യേശുവോടത്ത്. സ്വർഗീയ വിരുന്നൊരുക്കുന്ന കുട്ടികൾക്കായുള്ള VBS ഏപ്രിൽ 6 മുതൽ 11 വരെ. സ്വർഗീയ വിരുന്നിൻ്റെ എല്ലാ സെന്ററുകളിലും. പ്രായപരിധി 3 മുതൽ 18 വരെ. खून की धार ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे